ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ടിബിലിസിയിലുള്ള ഹോളി ട്രിനിറ്റി ചർച്ചിൽ പോകുന്നതാട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ മെട്രോയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവലാബാദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിലാണ് ഈ ചർച്ച് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെട്രോയിലാണ് പോയത്. ആൻഡ് അന്ന് പൊതുവെ ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ സ്കൈ ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഈവനിങ് ടൈമിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അവലാബാദിയിൽ ഇറങ്ങി അവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളാട്ടോ ഇത്. അപ്പോൾ അവലാബാദി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് ഒരു ബസ്സും കൂടെ കയറാനുണ്ട് ട്രിനിറ്റി ചർച്ചിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങി ദെൻ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. സോ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ബസ്സിനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പോകാനുള്ള ബസ്സൊക്കെ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ നമ്മൾ നോക്കും ഏതാണ്, നമ്മൾ ആ ലൊക്കേഷൻ അടിച്ചു കൊടുത്തിട്ട് ഏതാണ് ബസ് നമ്പർ എന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് കയറുന്നത്. അപ്പോൾ നമുക്കിതിൽ കയറാനുള്ളത് ആ 479 എന്ന് കാണിക്കുന്ന ആ ബസ് നമ്പറിലാട്ടോ. അപ്പോൾ നമ്മൾ ഫോണിൽ നോക്കുന്ന ആ ബസ് നമ്പർ സ്ക്രീനിലും കാണും. അപ്പോൾ സൈഡിൽ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് എത്ര സ്റ്റോപ്പ് ആ ബസ് വരാൻ ഇനി ഉണ്ടാവും എന്ന് കാണിക്കുന്നതാട്ടോ. നമുക്ക് അതറിയാൻ പറ്റും ഇനി എത്ര സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് എത്താനായിട്ടെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ദെൻ ബസ് വന്നു. ഒരു കുഞ്ഞു ബസ്സായിരുന്നു കേട്ടോ, ഒരു വാൻ പോലത്തെ ഒരു ബസ്സായിരുന്നു 479. അങ്ങനെ ഞങ്ങൾ അതിൽ കയറി. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ഇതാണ് ഹോളി ട്രിനിറ്റി ചർച്ച്, അതിൻ്റെ എൻട്രൻസ് ഇതാട്ടോ. പക്ഷെ നമ്മൾ ഇവിടെ അല്ല ഇറങ്ങിയത്, നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു കേട്ടോ സ്റ്റോപ്പ്. അവിടുത്തെ സ്റ്റോപ്പിലായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇവിടെയാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ നമ്മളിപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നടന്നിട്ടാണ് നമ്മൾ പിന്നീട് അങ്ങോട്ട് ചെന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നടന്ന് ചർച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വൈകിട്ട് ഒരു റെയിൽവേ ലൈനൊക്കെ കണ്ടു. അപ്പോൾ ജസ്റ്റ് അതൊക്കെ നോക്കിയിട്ട് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കാണാനായാലും ദൂരം നിന്ന് കാണാനായാലും ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്, പ്രത്യേകിച്ച് നൈറ്റ് വ്യൂ. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലൂടെയാണ് പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ബാക്ക് സൈഡിൽ വരുന്നത്. അങ്ങനെ ഫൈനലി നമ്മളിത് ആ ചർച്ചിൻ്റെ ഫ്രണ്ടിലെന്ന് പറയാൻ പറ്റില്ല, ബാക്കിൽ ചർച്ചിൻ്റെ ബാക്ക് സൈഡിൽ ചർച്ചിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാമല്ലോ എന്തോരം ഭംഗിയാണത് കാണാനെന്ന്. ശരിക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നേരിട്ടുള്ള ഭംഗി വീഡിയോയിൽ ഓഫ് കോഴ്സ് ഇല്ല. അത് ഇതിനായാലും എന്തിനായാലും ആ നേരിട്ടുള്ള ഭംഗി വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ശരിക്കും നേരിട്ട് കാണാം, എന്നാലേ അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതാ നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ പതിയെ പോയിട്ടുണ്ടായിരുന്നു. വളരെ സ്ലോ ആയിരുന്നു ഞാൻ നടന്നിട്ടുണ്ടായിരുന്നത്.
ഈ ചർച്ചിലെ ലൈറ്റ് കൂടാതെ തന്നെ ഇവർ ചുറ്റിനും കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അത് എല്ലാതും കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളി സൂപ്പറാണ് കാണാൻ. അത് നമുക്ക് നേരത്തെ പറഞ്ഞില്ല, വീണ്ടും വീണ്ടും പറയുന്നത് തന്നെയാണ്, നേരിട്ട് കണ്ടാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ അവിടെ കുറേ ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു, പ്രീസ്റ്റുമാരും അങ്ങനെ കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. മൊത്തത്തിലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആട്ടോ അവിടെ വരുന്നത്. അതുപോലെ ഇവിടെ ഒരു കുറച്ച് റൂൾസും കാര്യങ്ങളും റെഗുലേഷൻസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ, കുറച്ച് കവേർഡ് ആയിട്ടുള്ള ലെങ്ത് ഉള്ള ഡ്രസ്സ് തന്നെ ഇടണം എന്നൊക്കെ അവർ റൂൾസ് വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നും അലൗഡ് അല്ല. അങ്ങനത്തെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് കേട്ടോ. ഈ ചേർച്ചിൻ്റെ ബാക്ക് സൈഡിലുള്ള ഫുൾ വ്യൂ ആട്ടോ ഇത് വരുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു കുറേ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇരിക്കാനും റിലാക്സ് ചെയ്യാനും ഉള്ള ഒരുപാട് സ്പേസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ അവിടെ നല്ലൊരു തണുപ്പും കാറ്റും ഒക്കെയാണ്. സോ ആ ഒരു അറ്റ്മോസ്ഫിയറേ ഭയങ്കര പീസ്ഫുള്ളാണ്. വേൾഡിലെ തന്നെ 3rd ടോളസ്റ്റ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് കത്തീഡ്രൽ ആണ് ഇതെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് കയറാം കേട്ടോ. എനിക്കൊരു 9 AM to 7 PM എന്തോ ആണ് ടൈമെന്നാണ് എൻ്റെ ഒരു നിഗമനം. കറക്റ്റ് അറിയില്ല കേട്ടോ. പക്ഷേ അകത്ത് നമുക്ക് വീഡിയോ ഒന്നും അലൗഡ് അല്ല. ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അകത്ത്. ഞാനിങ്ങനെ പുറമെ വീഡിയോ എടുത്ത് നടക്കുമായിരുന്നു. അങ്ങനെ ബാക്ക് സൈഡ് ഫുള്ള് നമ്മൾ കണ്ട ശേഷം ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. നമ്മൾ ഭയങ്കര സ്പേഷ്യസ് ആണ് അതിൻ്റെ ആ ഒരു സറൗണ്ടിങ്സ് ഫുള്ളായിട്ട്. ഇനി ഇതിൻ്റെ ഹിസ്റ്ററീനെ പറ്റി ലൈറ്റായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ, ഇത് പണ്ട് ഇവിടെ ഒരു അർമേനിയൻ സെമിത്തേരി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഈ ജോർജിയയിലുള്ള പള്ളികളൊക്കെ അവർ അടച്ച്, അതുപോലെ അവരുടെ ഈ ജോർജിയയിലെ ഇവരുടെ വിശ്വാസങ്ങളെയൊക്കെ അവർ ഭയങ്കര ലിമിറ്റേഷൻസും നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് 1991 ഈ സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം ഈ വീണ്ടും ജോർജിയയിലുള്ള ഓർത്തഡോക്സ് ചേർച്ചും അവരുടെ ആ ഒരു ഓർത്തഡോക്സ് സഭ അവർക്ക് വീണ്ടും പുനർജീവിച്ച് വന്നതാണ്. അപ്പോൾ ആ ടൈമിലാണ് 1995 ഈ ഒരു ചേർച്ച് അവർ ബിൽഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1995 സ്റ്റാർട്ട് ചെയ്തിട്ട് 2004 ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള പണി കംപ്ലീറ്റ് ആയത്. അപ്പോൾ ആ ഒരു പണ്ടത്തെ സെമിത്തേരി പൊളിച്ചു ഈ ഒരു ചേർച്ച് പണിതു. അതുകൊണ്ട് തന്നെ അർമേനിയയുടെ ആ ഒരു പണ്ടത്തെ ആ ഒരു ഹിസ്റ്ററിയൊക്കെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല കോൺട്രവേഴ്സീസും നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്റ്റിൽ ഗോയിങ് ആട്ടോ ഈ ഒരു ഇതിൻ്റെ പേരിൽ. അപ്പോൾ ഈ ഒരു ചേർച്ചിൻ്റെ ആ ഒരു വോൾസും കാര്യങ്ങളൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പണിതതെന്ന് നോക്കി. ഓരോ കാര്യങ്ങളും അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കത് അടുത്ത് ചെന്ന് നോക്കുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ ഞാൻ വീഡിയോയിൽ അത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഓൾമോസ്റ്റ് ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തഷ്മിന്ത പാർക്കും കാണാം കേട്ടോ. ഇവിടെ നിന്നല്ല, ഓൾമോസ്റ്റ് ടിബ്ലിസിയുടെ എവിടെ നിന്നാലും തഷ്മിന്ത നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ തഷ്മിന്തയുടെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ പോയതിന്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം, ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് ആക്ച്വലി ഒരു തലതിരിഞ്ഞ വീഡിയോ ആയിപ്പോയല്ലേ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഫ്രണ്ട് വ്യൂ കാണുന്നത്. സോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ എൻ്റെ ആ ഒരു ഫ്രണ്ടിലുള്ള വ്യൂ കാണാൻ അത്രയും ഭംഗിയാട്ടോ. പിന്നെ ഇവിടെ കുറേ കുഞ്ഞു കുട്ടികളെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ പീസ്ഫുള്ളായിട്ട്, ഞാൻ പറഞ്ഞില്ലേ നമുക്കിങ്ങനെ ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. കുറേ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ടൂറിസ്റ്റ് ആയാലും അല്ലാണ്ടൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. സോ എല്ലാവരും അവിടെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു.
ആൻഡ് ഓൾസോ ഇവിടെ നിന്നുള്ള വ്യൂ കാണാനും അടിപൊളിയാണ്. നമുക്കിവിടെ നിന്ന് തസ്മിന്ത കാണാം, പീസ് ബ്രിഡ്ജ് കാണാം, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം കാണാം കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓൾമോസ്റ്റ് ഭയങ്കര രസമായിട്ടാണ് കാണാൻ ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. ഇതാണ് ഗൈസ് ഇതിൻ്റെ എൻട്രൻസ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻട്രൻസ് ആണ്. പക്ഷെ നമ്മൾ ബാക്ക് സൈഡിൽ കൂടെയാണ് വന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു താജ്മഹലൊക്കെ ആയിട്ടോ ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് കയറിയിട്ടാണ് ശരിക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ വരേണ്ടത്. ഈ ഒരു ചേർച്ചിൻ്റെ മെയിൻ ബിൽഡിങ് കൂടാണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ ഇതുണ്ട് കേട്ടോ. പക്ഷെ അതെന്താണെന്നുള്ളതൊന്നും എനിക്ക് കാര്യമായിട്ട് മനസ്സിലായില്ല. അപ്പോൾ വേറെ ഉണ്ട് കുറേ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമല്ലോ. അപ്പോൾ ഇതാണ് പക്ഷേ ചേർച്ച് മെയിനായിട്ടുള്ള ഇത് പോർഷൻ ഈ ഒരു ഇതാട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് തിരിച്ച് പോകാനായിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൽ കൂടെ തന്നെയാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോഴും നമ്മൾ അതിൻ്റെ ആ ഒരു ഭംഗി നമ്മൾ സ്റ്റിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും അടിപൊളിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി തിരിച്ചു പോവാണ്. ശരിക്കും ഇനി വരുന്നവരായാലും എൻട്രൻസിൽ കൂടെ തന്നെ വരാൻ നോക്കാം കേട്ടോ. ശരിക്കും നമ്മളത് മിസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം എന്തായാലും ഇതിൽ കൂടെ തന്നെ വരാം. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്സൊക്കെ ഇറങ്ങി താഴത്തെത്തി. അവിടെ എത്തിക്കഴിയുമ്പോഴുള്ളൊരു ചേർച്ചിൻ്റെ വ്യൂ ഉണ്ട് ഗൈസ്. ഇതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. അത്രയും സൂപ്പറാണ്. അപ്പോൾ ഇതാണ് അവിടെ താഴത്തുള്ളത്. അവിടെ കുറേ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെച്ചിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ പില്ലേഴ്സ്, അതുപോലെ നേരത്തെ നമ്മൾ കണ്ടില്ലേ വേറൊരു സംഭവം, അതിൽ അവർ മറ്റേ മണിയൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു അതെ ആ ഒരു ബിൽഡിങ്ങിൽ. പിന്നെന്താ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു എൻട്രൻസ്, ഒരു കവാടം പോലുള്ള അതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഞാൻ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും വീണ്ടും ഈ ചർച്ചിൽ തന്നെയാട്ടോ എടുത്തോണ്ടിരുന്നത്. അത് കാരണം എനിക്ക് എത്ര എടുത്തിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല, അത്രയും ഭംഗിയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും അത് തന്നെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ആൻഡ് അവിടെ പുറത്തുനിന്നായാലും അവിടുത്തെ ആ ഒരു എൻട്രിയിൽ അവർ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ജീസസിൻ്റെ ഒക്കെ പിക്ചറും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലോട്ട് അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ നടന്നിട്ടാണ് ബസ് സ്റ്റോപ്പിലെത്തിയത്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് ഞങ്ങൾ ബസ്സിൽ ചെന്നിട്ട് ബാക്ക് സൈഡിൽ ഇറങ്ങിയെന്നുള്ളത് പിന്നീടാണ് തിരിച്ചിറങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ട്. ഈ സൊവീനിയേഴ്സും അതുപോലെ വൈൻസും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കുറേ ഷോപ്സ് ഉണ്ട് അവിടെ. നമ്മൾ ഈ സ്ട്രീറ്റിലൂടെയാണ് ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ജോർജിയൻ സ്ട്രീറ്റ്സിലൂടെയുള്ള സഞ്ചാരിയുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ട്രീറ്റ്സൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ, അടിപൊളിയാണ്. അവിടെ കുറേ റിസോർട്ട്സും ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മൾ പിന്നീട് ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ നിന്ന് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. തന്നെ നമ്മൾ ബസ് കയറി നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ വരാം. സോ അതുവരേക്കും ബൈ.